السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്ങിലെ ചാപ്റ്റർ നമ്പർ 5 ക്ലാസ് നമ്പർ എ, സ്റ്റാർട്ടിംഗ് ചേഞ്ചസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങുക. അതായത് കഴിഞ്ഞ 4 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ പഠിച്ചത് മനുഷ്യൻ്റെ ഈ ഭൗതിക ശരീരത്തിനകത്തുള്ള ഒരു ആത്മീയ ശരീരമുണ്ട്. നഫ്സ് എന്ന് പറയും ഇസ്ലാമിൽ അതിന്. സോൾ, സെൽഫ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ ആത്മീയ ശരീരം, ആ ആത്മീയ ജീവി, അതിൻ്റെ മാറ്റമാണ് ഭൗതിക ശരീരത്തിലും പ്രകടമാകുന്നത്. ആ ആത്മീയ ജീവിയുടെ, ആത്മീയ മനുഷ്യൻ്റെ മാറ്റമാണ് ഓരോ മനുഷ്യൻ്റെയും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ആയി മാറുന്നത്. അതുകൊണ്ട് ആത്മാവിനോട് സംസാരിക്കുന്ന, ആത്മാവിനോട് സംവദിക്കുന്ന, ആത്മാവിനോട് മാറ്റം വരുത്തുന്ന കോച്ചിങ് ആണ് ലൈഫ് ട്രാൻസ്പേഴ്സണൽ കോച്ചിങ്, ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്. അതുകൊണ്ട് ആത്മാവ് എന്ത്, അതിൻ്റെ സ്വാധീനം എന്ത്, അതിൻ്റെ മാക്സിമം ഇൻഫർമേഷൻസ് നമ്മൾ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടത് പഠിച്ച് കഴിഞ്ഞ 4 ചാപ്റ്ററുകളിലായിട്ട്. ഒപ്പം ഈ ആത്മാവിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വരുന്നത്, അതാണ് നമ്മുടെ ജീവിതമായി മാറുന്നത്. അതെന്താണ്? ആത്മാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, അറബിയിൽ പറഞ്ഞാൽ, ഇസ്ലാമിക് ഭാഷയിൽ പറഞ്ഞാൽ നൂർ, പ്രകാശം, അതായത് പോസിറ്റീവ് എനർജി. ഈ ആത്മീയ പ്രകാശം, അൻവാറുൽ ഹയാത്ത്, ജീവൽ പ്രകാശം, ഇതാണ് വാസ്തവത്തിൽ അതിൻ്റെ തോതനുസരിച്ചായിരിക്കും ഒരാളുടെ ജീവിതത്തിൻ്റെ രോഗ ആരോഗ്യ ജീവിത വിജയപരാജയത്തിൻ്റെ തോത്. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുക, വ്യക്തിത്വം മാറ്റം വരുത്തുക. ഇപ്പം നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ അധികവും, നമ്മളെ ലൈഫ് ലീഡർഷിപ്പിൽ കോച്ചിങ്ങിൽ ചേരുന്ന ആളുകൾ അധികവും സ്വഭാവ വൈകല്യങ്ങളുള്ള, കള്ളിന് അല്ലെങ്കിൽ മദ്യത്തിന്, ലഹരിക്ക് അഡിക്റ്റായിപ്പോയ, മയക്കുമരുന്നിന് അഡിക്റ്റായിപ്പോയ, അതുപോലെ ഫോൺ അഡിക്ഷൻ, ലൈംഗികപരമായിട്ടുള്ള ചിന്തയും ലൈംഗികപരമായിട്ടുള്ള വൈകല്യങ്ങളിന് അഡിക്റ്റായിപ്പോയ, അതുപോലെ ഹോമോസെക്സ്, സ്വവർഗ രതിയും സ്വവർഗ സംഭവങ്ങളും, അതുപോലെ എന്താ പറയുക, പുകവലിക്ക് അഡിക്റ്റായിട്ടുള്ള, പിന്നെ സെക്ച്വൽ തോട്ട്സ് തന്നെ ഒരാളെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള, അതുപോലെ നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യവും വെറുപ്പും പകയും, അതുപോലെ എപ്പോൾ നോക്കിയാലും വിഷമം, ദുഃഖം, സങ്കടം, പിന്നെ ഡിപ്രസീവ് മൈൻഡ്, പിന്നെ വഴക്കടിക്കുന്ന, കലഹിക്കുന്ന, എപ്പോഴും ആരുമായിട്ടും കലഹിക്കുന്ന, പ്രത്യേകിച്ച് ദമ്പതികൾ തമ്മിൽ, പിന്നെ വികലമായ ചിന്തകളും, ഒരു സ്ട്രൈറ്റ് തിങ്കിങ് കിട്ടാതെ, പിന്നെ എന്തിനും അലസത, ഇതുപോലുള്ള ആളുകളാണ് നമ്മൾ സമീപിക്കുന്നത്. അവർക്ക് ഒരു തെറാപ്യൂട്ടിക് കൗൺസിലിങ്ങും ആത്മീയ ചികിത്സയും റൊക്കിയ, ഖുർആൻ കൊണ്ടുള്ള ചികിത്സയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവരെ, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാലും അവരുടെ വ്യക്തിത്വത്തിൽ അംഗവൈകല്യങ്ങൾ, കറപ്ഷൻ ഇൻ പേഴ്സണാലിറ്റി വന്നിട്ടുണ്ടാവും. അവരെ ശരിയാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈഫ് കോച്ചിങ്ങിൽ അവരെ ചേർത്തുന്നത്. ലൈഫ് കോച്ചിങ്ങിലൂടെ അവരുടെ എത്ര ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഇതുപോലുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഒരു കാര്യം, നമ്മൾ തരുന്ന ക്ലാസ്സസ് അതിൻ്റെ ഓർഡർ അനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ച്, അതോടൊപ്പം എക്സർസൈസുകൾ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള സംഗതികളെ നിങ്ങൾ ഒരു ആക്ടിവിറ്റി റെക്കോർഡ്, ഞാൻ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു റെക്കോർഡ് ഉണ്ടാക്കി, അങ്ങനെ കൃത്യമായിട്ട് പെന്നും പേപ്പറും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മോണിറ്റർ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിച്ച് മാറ്റം വരുത്തി പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല ഒരു 98% കോൺഫിഡൻസോടുകൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾ ഏത് രീതിയിലുള്ള വൈകല്യങ്ങൾ നിൽക്കണ്ടെങ്കിലും, എത്ര പഴയതാണെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചു വന്നതിൻ്റെ ആകത്തുക. ഇനി ഇതുപോലുള്ള വൈകല്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ അത് മാറ്റം വരുത്തുവാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന റൂട്ട് എന്ത്? നമ്മുടെ ഭൗതിക ശരീരത്തിനകത്തുള്ള ആത്മാവ്, ആ ആത്മാവിൽ അള്ളാഹു, നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള
കഴിവുകളാണ്. പൊട്ടൻഷ്യൽ, ഇൻബോൺ പൊട്ടൻഷ്യൽ, അതിനെ എൻലൈറ്റൻ ചെയ്ത്, അതിനെ പ്രകാശിപ്പിച്ച്, അതിനെ പുറത്തെടുത്ത്, അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് അത് ത്രൂ എങ്ങനെയാണ്? സെൻസറി ആൻഡ് പെർസെപ്ഷൻ. നമ്മുടെ കാഴ്ചയും കേൾവിയും നാക്കും, നമ്മുടെ കണ്ണും കാതും നാക്കും മൂക്കും ത്വക്കും, ഈ പഞ്ചേന്ദ്രിയങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങളെ പരമാവധി ഉപയോഗിച്ചിട്ടാണ് ഇത് എന്ത് ചെയ്യുക? നമ്മൾ അതിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലുള്ള ഇൻബോൺ പൊട്ടൻഷ്യൽ നമ്മൾ വളർത്തിയെടുക്കുക. അതോടൊപ്പം തന്നെ അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വൈറ്റൽ എനർജി, ഒരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവും ശരീരത്തിൽ, വൈറ്റൽ എനർജി, അത് ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ആത്മീയ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ നൂറ്, അല്ലെങ്കിൽ ഈമാനിൻ്റെ പ്രകാശം, അല്ലെങ്കിൽ എന്താ പറയുക, ഉള്ളിലുണ്ടാകുന്ന ആ ആത്മീയമായിട്ടുള്ള ബലം, അത് ഡെവലപ്പ് ചെയ്ത് വരും. അപ്പം ശാരീരിക വൈറ്റൽ എനർജി ഉണ്ടാക്കുന്നതിനും ആത്മീയ എനർജി, പോസിറ്റീവ് എനർജി, നൂറുണ്ടാക്കുന്നതിനും പിന്നിലുണ്ടാകുന്നത് സെൻസറി ആൻഡ് പെർസെപ്ഷൻസ്, നമ്മളെ കാഴ്ചയും കേൾവിയും, നമ്മുടെ കണ്ണും കാതും നാക്കും മൂക്കും ത്വക്കും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിലുള്ള കഴിവുകളെ നമ്മൾ കണ്ടെടുത്ത് പുറത്തെടുത്ത് കൊണ്ടിരിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് ഓരോ മനുഷ്യനും അവൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്ത് വരും. അവനൊരു ഉൾബലം, ശക്തി കിട്ടും. ആ ശക്തി കൊണ്ടാണ് എന്ത് ചെയ്യുക? അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ തുടങ്ങുക. അതല്ലാതെ നമ്മളിപ്പോൾ ഒരു മാറ്റം വരുത്തേണ്ടുന്ന ഒരു വ്യക്തിത്വം, പിന്നെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ മോഡൽ എടുത്തു, അല്ലേ, ഒരു പ്രവാചകന്റെ മോഡൽ എടുത്തു, അതല്ലെങ്കിൽ ഒരു സ്വഹാബിയുടെ മോഡൽ എടുത്തു, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ഏതെങ്കിലും ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ മോഡൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ജീവിതമാക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ശ്രമിച്ചുകൊണ്ട് നടന്നാൽ നടക്കൂല. കാരണം പല ആളുകളും ഫെയിലായി വരുന്നുണ്ട്. കുറേ ലിസ്റ്റ് കിട്ടിയിട്ട് കാര്യമില്ല. എന്തൊക്കെ ആയിരിക്കണം വ്യക്തിത്വം എന്ന ലിസ്റ്റ് കിട്ടിയിട്ട് കാര്യമില്ല. അത് പ്രായോഗികമായിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ പ്രവർത്തനത്തെയും നമ്മുടെ മനസ്സ് നിയന്ത്രിക്കുന്നിടത്തേക്ക് എത്തണം. മനസ്സുകൊണ്ട് നിയന്ത്രിച്ച്, നമ്മുടെ ചിന്ത കൊണ്ട് ശരീരത്തിനെയും ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനെയും കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്നിടത്തേക്ക് എത്തിയാലേ നടക്കൂ. അങ്ങനെ ഇൻ്റലക്ച്വൽ മൈൻഡിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബുദ്ധിയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആത്മാവിലൂടെ നമ്മളെ സമീപിച്ചാലേ അത് നടക്കൂ. അതുകൊണ്ട് ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടില്ല, നമ്മൾ ആത്മാവ് ഉപയോഗിച്ചുകൊണ്ട്, ആത്മാവിൽ നിന്ന് പുറത്തു വരുന്ന നൂറ് പ്രകാശം, പോസിറ്റീവ് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏത് ജീവിതത്തിൻ്റെ പ്രശ്നത്തെ പരിഹരിച്ചാലും അത് പരിഹരിക്കാൻ പറ്റും. ജീവിതത്തിൻ്റെ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും, ഏത് സ്വഭാവപരമായ, പെരുമാറ്റപരമായോ, അതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല തടസ്സങ്ങളായിക്കോട്ടെ, ആരോഗ്യപരമായ വിഷയമാവട്ടെ, അത് മാനസിക വിഷയമാവട്ടെ, ശാരീരിക വിഷയമാവട്ടെ, അതുപോലെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിഷയമാവട്ടെ, ഏത് പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിലും അത് നിങ്ങൾ ആത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട്, ആത്മാവിൽ നിന്ന് പുറത്തു വരുന്ന സൽഗുണങ്ങളുടെ പ്രകാശമായ നൂറ് പോസിറ്റീവ് എനർജി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പരിഹരിക്കുന്നതെങ്കിൽ 100% ഏത് പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇത് നമ്മുടെ കഴിഞ്ഞ 4 ചാപ്റ്റർ നമ്മൾ വിശദമായിട്ട് സംസാരിച്ച് വരികയായിരുന്നു സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. അതുകൊണ്ട് അങ്ങനെ ആ നൂറിനെ പുറത്തെടുക്കുന്ന, ആ പ്രകാശത്തെ പുറത്തെടുക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കേണ്ടുന്ന ഗുണങ്ങളെ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എളുപ്പം മാറ്റം വരുത്താൻ പറ്റുന്ന കുറേ സംഗതികൾ എളുപ്പം മാറ്റം വരുത്താം. ഒരു മദ്യത്തിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, പക്ഷെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന കുറേ സംഗതികൾ, ചെറിയ മാറ്റങ്ങൾ, അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഏത് പ്രതിസന്ധിയെയും മാറ്റി മറിക്കാൻ പറ്റുന്നിടത്തേക്ക് നമ്മൾക്ക് ബലം കിട്ടും. അതൊരു അഭ്യാസമാണ്. അത് നമ്മളെ മൈൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആത്മാവും ആത്മാവിൻ്റെ പ്രകാശവും പുറത്തെടുത്തുകൊണ്ട് ബുദ്ധി കൊണ്ട് ശരീരത്തെയും ശരീരത്തിൻ്റെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളെ ഉള്ളിലുണ്ടാകുന്ന ഗ്രോത്ത് ഓഫ് ഇൻബോൺ ഗുഡ്നെസ്, അതാണ് നമ്മുടെ വ്യക്തിത്വം, നമ്മളെ റൂഹിലുണ്ടാകുന്ന, ആത്മാവിലുണ്ടാകുന്ന ആ പ്രകാശത്തെ പുറത്തെടുക്കുക. അതിന് സെൻസറി ആൻഡ് പെർസെപ്ഷൻ വഴി കുറേ എക്സർസൈസ് ഉണ്ടാവും. പിന്നെ നമ്മൾ സെൽഫ് എസ്റ്റീം, ഒരാളുടെ വ്യക്തിത്വത്തെ റീഫ്രെയിം ചെയ്യും. അങ്ങനെ സ്റ്റെപ്പായിട്ട് പോകും. അപ്പുറത്തേക്ക് നേച്ചുറൽ പ്യൂരിറ്റി, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ജന്മശുദ്ധിയെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് വികലമായ ചിന്തയെയും വിശ്വാസത്തെയും വികാരത്തെയും വിചാരത്തെയും സ്വഭാവത്തെയും പെരുമാറ്റത്തെയും വാക്കുകളുടെയും പ്രവൃത്തിയെയും നമുക്ക് സാവധാനം ഒഴിവാക്കി വരാൻ പറ്റും. ഞാൻ പറയുന്ന എൻ്റെ ക്ലാസ്സസിൽ ഞാൻ തരുന്ന
എക്സർസൈസുകൾ നിങ്ങൾ കൃത്യമായി ചെയ്ത് ക്ലാസ്സുകൾ യഥാവിധി കേട്ട് മനസ്സിലാക്കി കൃത്യമായി എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിച്ചാൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. അതോടൊപ്പം ഹൃദയത്തിൽ നിന്ന് വരേണ്ടുന്ന വിട്ടുവീഴ്ചയും കാരുണ്യവും സ്നേഹവും അത് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് സോഷ്യൽ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ചെയ്യും. പ്രത്യേകിച്ച് എല്ലാവരെയും പോയി കണ്ട് പിന്നെ മാപ്പ് പറഞ്ഞ് അങ്ങനെയല്ല. ഒരു ഫൊർഗീവ്നെസ് ആൻഡ് മേഴ്സി ആൻഡ് ലവ് അത് ഉള്ളിൽ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവും. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഹോപ്പ് ആൻഡ് പേഷ്യൻസ്, ക്ഷമയും പ്രതീക്ഷയും നന്ദിയും അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മളെ എൻവയോൺമെന്റൽ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇനി ഈ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. അതുകൊണ്ട് സെൻസറി പെർസെപ്ഷൻ, നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, രുചിക്കുന്ന, മണക്കുന്ന, ബാലൻസ്, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഇതുപോലുള്ള സംഗതികൾ നമ്മുടെ സമഅൽ ബസർ എന്നാണ് ഖുർആനിൽ പറയാം. സമഅൽ ബസർ എന്ന് പറയാൻ കാഴ്ചയും കേൾവിയും എന്ന് പറയാൻ കാരണം കാഴ്ചയും കേൾവിയുമാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫിനെ കുറിച്ച്, പ്രസന്റ് ലൈഫിൽ ഇല്ലാത്ത സംഗതികളെ മനസ്സിലാക്കാൻ. ഉദാഹരണം, ഇന്നലത്തെ കാര്യമോ നാളത്തെ കാര്യമോ കഴിഞ്ഞ നിമിഷത്തെക്കുറിച്ചോ അടുത്ത നിമിഷത്തെക്കുറിച്ചോ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സെൻസറി ആൻഡ് പെർസെപ്ഷൻ, അതായത് അതിലുള്ള കാഴ്ചയും കേൾവിയും തന്നെ ഉപയോഗിക്കാവൂ. നമ്മൾ അതല്ലാതെ നാക്കും മൂക്കും തൊക്കും അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, നടക്കൂല. അതുപോലെ ഇപ്പോൾ ഈ സ്ഥലത്തുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, നാക്കും മൂക്കും തൊക്കും വഴി മനസ്സിലാക്കിയെടുക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മൾ പ്രസന്റ് അല്ലാത്ത ഒരു സ്ഥലത്തേക്ക്, ഇപ്പം മറ്റൊരു അങ്ങാടിയിലുള്ളതോ അതല്ലെങ്കിൽ പുറത്തുള്ളൊരു വിഷയമോ അതല്ലെങ്കിൽ നമ്മൾ ആബ്സെന്റ് ആയിട്ടുള്ള സ്ഥലത്തുള്ള നമ്മളെ വീട്ടിലുള്ളത്, അപ്പോൾ പുറത്തുള്ള സംഗതി നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത് എങ്ങനെ കഴിയൂ, അത് കാഴ്ചയും കേൾവിയും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ സമഅൽ ബസർ എന്നാണ് ഖുർആനിൽ അതിൽ പറഞ്ഞിട്ടുള്ളത്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഈ മുമ്പിൽ കാണുന്ന പിക്ചർ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരുപാട് സംഗതികൾ, ഈ പ്രപഞ്ചത്തിൽ നമ്മളിവിടെ ഒരു കോർണറിൽ നമുക്ക് ഇരിക്കാനേ പറ്റൂ. അത് ഇപ്പോഴത്തെ നിമിഷത്തിലെ കുറിച്ച് പിന്നെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ നാക്കിലൂടെയും തൊക്കിലൂടെയും പിന്നെ മൂക്കിലൂടെയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് പ്രപഞ്ചത്തിലെ അതിവിശാലമായ തുറന്ന പുസ്തകത്തിൽ നിന്ന് കാര്യങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കുകയും നോക്കി കേട്ട് മനസ്സിലാക്കുന്നത് കണ്ണിലൂടെയും മൂക്കിലും, അങ്ങനെ കണ്ണിലൂടെയും ചെവിയിലൂടെയും അത് നമുക്ക് നമ്മളിലേക്ക് വന്ന് നമ്മളെ സ്വീകരിക്കുമ്പോൾ റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബ്രെയിനിലുള്ള ഒരുപാട് ന്യൂറോൺസുകൾ ഒരുപാട് അതിൽ ഉണ്ട്. അൺയൂസ്ഡ്, നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്. ബ്രെയിൻ്റെ ഒരുപാട് കപ്പാസിറ്റി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ബ്രെയിൻ്റെ ഒരുപാട് ഏരിയ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അത്തരം ഭാഗങ്ങൾ ഉപയോഗിച്ച് വരികയും പുതിയ ന്യൂറോൺസ് ജനറേറ്റ് ചെയ്യും, പുതിയ ന്യൂറോൺസ് ഉൽപ്പാദിപ്പിക്കും. എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു അത്രത്തോളം പുതിയ ന്യൂറോൺസ് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ ആ ന്യൂറോൺസിൻ്റെ സൈനാപ്റ്റിക് കണക്ഷൻസ്, 2 ന്യൂറോൺസ് കണക്ട് ചെയ്യുന്ന ആ പിന്നെ ആക്സോൺ ടെർമിനലിൽ നിന്ന് മറ്റ് ന്യൂറോൺസിലേക്ക് കണക്ട് ചെയ്യുന്ന സൈനാപ്റ്റിക് കണക്ഷൻസ്, അങ്ങനെ ഓരോ പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളും പുതിയ കേൾവികളും പുതിയ പ്രവർത്തനങ്ങളും പുതിയ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് പുതിയ ന്യൂറോൺസ് സൈനാപ്റ്റിക് കണക്ഷൻസ്, ആ കണക്ഷൻസ് വഴിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന വൈറ്റൽ എനർജി ഓർ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നത്. അതുപോലെ ആത്മീയമായിട്ടുള്ള പ്രകാശം നമ്മളിലുണ്ടാകുന്നത്, നമ്മൾ ആത്മീയ പ്രകാശം. അതുകൊണ്ട് ഈ പ്രകാശത്തെ ആദ്യം കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യുക, ആ പ്രകാശത്തെ ആദ്യം കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് പ്രകാശം പിന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ആ പ്രകാശത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സംഗതികളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ പ്രകാശം കൂടുന്ന പ്രക്രിയകൾ ആദ്യം ചെയ്യാതെ, ഈമാനിക പ്രകാശം കൂടുന്ന പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന പ്രക്രിയകൾ ആദ്യം ചെയ്യാതെ നമ്മളിലുള്ള ഏതെങ്കിലും സ്വഭാവത്തെയോ പെരുമാറ്റത്തെയോ ഒരു ചീത്ത സ്വഭാവത്തെയോ മാറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ ചിലപ്പോൾ നടന്നോളുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് സ്വന്തമായിട്ട് കരുത്തുണ്ടാക്കലാണ്. അത് പിന്നെ സെൻസറിയൻ പെർസെപ്ഷൻ, നമ്മളെ കാഴ്ചയും കേൾവിയും, അല്ലെങ്കിൽ നമ്മളെ സെൻസറിയൻ പെർസെപ്ഷൻ, നമ്മളെ കാഴ്ചയും കേൾവിയും കണ്ണും മൂക്കും പിന്നെ ചെവിയും തൊക്കും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അതെന്ത് ചെയ്യുക, ആ പോസിറ്റീവ് എനർജി നേടിയെടുക്കുക. ആ എനർജി കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ നമ്മുടെ പ്രതിസന്ധികളെ മറികടക്കുമാർ നമുക്ക് ശക്തി കിട്ടൂ. അങ്ങനെ ഈ ചിന്താ പ്രോസസ്സ് എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതാണ്. നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അങ്ങനെ വന്നിട്ട് എന്താ പറയുക, അത് നമ്മുടെ ഹാബിറ്റായി മാറും.
അത് വളരെ ഫാസ്റ്റായിട്ട് ഇപ്പം പെട്ടെന്ന് ഇല്ലേ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ വരുന്ന പന്തിനൊക്കെ പന്ത് കളിക്കുന്നതിലും അതുപോലെ മാർഷൽ ആർട്സിലും പിന്നെ കായിക പ്രക്രിയകളിലും അതുപോലെ ചോദ്യോത്തരവേളയിലും മനുഷ്യന്മാർ തർക്കിക്കുന്നതിലും ചിന്തിക്കുന്നതിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. അതൊക്കെ ഈ തിങ്കിങ് എന്ന് പറഞ്ഞത് സെൻസറി ആൻഡ് പെർസെപ്ഷനിൽ നിന്ന് ക്രിയേറ്റീവ് സ്കില്ല് നമ്മൾ പറഞ്ഞില്ലേ, ലുബ് കൽബ് ഫുആദ് സദ്ർ, അതിൽ ലുബിലുണ്ടാകുന്ന ക്രിയേറ്റീവ് സ്കില്ലിലേക്ക് ഈ സെൻസറി ആൻഡ് പെർസെപ്ഷനിൽ നിന്ന് ക്രിയേറ്റീവ് സ്കില്ലിലേക്ക് എത്ര ഫാസ്റ്റാണ് നമ്മളെ കണക്ഷൻസ് പോകുന്നത്, സിഗ്നൽസ് പോകുന്നത്, കൗണ്ടർ സിഗ്നൽ വരുന്നത്, അതിനെ പിന്നെ കൗണ്ടർ ചെയ്യുന്നത്, ചിന്താ പ്രക്രിയ നടത്തുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തയെ എത്ര കണ്ട് ഫാസ്റ്റാക്കി മാറ്റുന്നു, ചിന്തയെ എത്ര കണ്ട് സിസ്റ്റമാറ്റിക് ആക്കി മാറ്റുന്നു, അത്രത്തോളം നമ്മുടെ ബ്രെയിനിൻ്റെ ഉപയോഗം കൂടും. അത് യൂസ്ഡ് ഭാഗങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അത് കൂട്ടിക്കൊണ്ടുവരലാണ്. എന്ന് മാത്രമല്ല, ഈ കഴിവുകൾ ബ്രെയിനിനെ ഉപയോഗിക്കുക എന്നുള്ളത്, അതുപോലെ നമ്മളെ ബ്രെയിൻ അതുപോലെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും ലോകത്തുള്ള എല്ലാവർക്കും. അതിനെ ന്യൂറോ ഡൈവേർജൻസ് എന്ന് പറയും, ന്യൂറോ ഡൈവേർജൻസ് എന്ന് പറയും, ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അത് പലർക്കും പല രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് ചില ഇത് കപ്പാസിറ്റി കൂടും, ചിലത് കുറയും, ചില ആളുകൾക്ക് ചില ഏരിയ പറ്റ കുറയും, ADHD അല്ലെങ്കിൽ പിന്നെ ഓട്ടിസം പോലുള്ള കംപ്ലൈൻസുകളായി ആയി മാറും. അത് പല രീതിയിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസിലേക്ക് എത്തിപ്പെടും. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്. അതെന്താ? APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ആൾ ഓഫ് us ഡു നോട്ട് ഹാവ് ഈക്വൽ ടാലൻറ്റ്. എല്ലാവർക്കും ഒരേ ടാലൻറ്റ്, ബുദ്ധിയല്ല. ബട്ട് all of us have equal opportunity to develop our talent. നമ്മുടെ ബുദ്ധി വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. കാരണം എല്ലാവരും ഒരേ ദുനിയാവിലാണ് താമസിക്കുന്നത്, എല്ലാവരും ഒരു വേൾഡിലാണ് താമസിക്കുന്നത്, എല്ലാവരും ഒരേ സംവിധാനത്തിലാണ് താമസിക്കുന്നത്. അല്പം വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ പണക്കാരുള്ളത് പോലെ സന്ദർഭം പാവപ്പെട്ടവനുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ ബുദ്ധിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ ഏറെക്കുറെ ഒരു മാതിരിയാണ്. ഏരിയകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷെ അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി മോർ ഓർ ലെസ് ഏറെക്കുറെ ഈക്വലാണ്. അതുകൊണ്ട് ആ സന്ദർഭ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്ന പ്രവർത്തന ശീലമായി മാറുന്നത് എന്ന് നമ്മൾ മുമ്പത്തെ സ്പീച്ചിൽ കണ്ടിട്ടുണ്ട്. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന സിഗ്നൽസ് നേരെ നമ്മുടെ ഉള്ളിൽ ഒരു ഐഡിയ, ഒരു നോഷൻ, ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയ, ഒരു നോഷൻ സൃഷ്ടിക്കും. ഈ നോഷൻസ് ആണ് നമ്മളിൽ ചിന്ത ഉണ്ടാക്കുന്നത്. ചിന്ത നമ്മളിൽ അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഈ നോഷൻസ് ഒരു ചിന്തയുണ്ടാക്കും. ഈ ചിന്ത ഒരു ഇമാജിനേഷൻ, ഒരു സങ്കല്പം, ഒരു പിക്ചർ ഉള്ളിലുണ്ടാക്കും, ഒരു സാങ്കല്പികമായ പിക്ചർ. മനുഷ്യൻ്റെ ടൈം ആൻഡ് സ്പേസിൽ, മനുഷ്യൻ്റെ ഫോർ ഡയമെൻഷനുള്ളിൽ നിന്നുകൊണ്ടുള്ള, സ്ഥലകാലം നൈരന്തര്യത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ഇമാജിനേഷൻ അത് ക്രിയേറ്റ് ചെയ്യും. അത് സ്വാഭാവികമായിട്ട് ഒരു ഡിസയർ, ഒരു ആഗ്രഹത്തിന്, അത് ചില കാര്യങ്ങൾ വേണമെന്ന ആഗ്രഹം, ചില കാര്യങ്ങൾ വേണ്ട എന്ന ആഗ്രഹം, ചില കാര്യങ്ങൾ പിന്നോടുള്ള എന്താ പറയുക, ഒരു വെറുപ്പോ അറപ്പോ എതിർപ്പോ അയക്കാം. എന്തായാലും അവിടെ ഒരു ഡിസയർ, ഒരു ഫീലിംഗ്, ഒരു എമോഷൻ ഡെവലപ്പ് ചെയ്യും. അതാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, വിൽ പവറായി മാറുന്നത്. ആ എത്ര കണ്ട് ഇമാജിനേഷൻസും ഡിസയർ ഉണ്ടോ അതാണ് വിൽ പവർ. എത്ര കണ്ട് തോട്ട്സ് അതിൽ നടക്കുന്നോ അതാണ് ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഇമാജിനേഷൻ, നമുക്ക് എങ്ങനെ ഇമാജിൻ ചെയ്യാം എന്നതൊക്കെ എക്സ്പേർട്സുകൾ വിവരിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ പിക്ചർ, ഈ സ്റ്റെപ്പുകൾ, 7 സ്റ്റെപ്പ് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതാണ്. ഇത് തന്നെയാണ് മോഡേൺ സൈക്കോളജിയിൽ വരുന്നത്, ലൈഫ് കോച്ചിങ്, ഹോളിസ്റ്റിക് കോച്ചിങ്ങിൽ, മോട്ടിവേഷണൽ ക്ലാസ്സസിലൊക്കെ ഏറെക്കുറെ വരുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസയർ എന്ത് ചെയ്യും, വിൽ പവറാക്കി മാറ്റും. വിൽ പവറാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആക്ഷൻസ്, പ്രവർത്തനങ്ങളാകുന്നത്. ആവർത്തിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ശീലങ്ങളായി മാറ്റുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശീലം ഒഴിവാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിന്ത ഒഴിവാക്കണം. ചിന്ത ഒഴിവാക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ ഒഴിവാക്കണം. അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഒരു ആശയത്തെ ഒഴിവാക്കുക. അത് ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അദ്ദേഹത്തിൻ്റെ ദിമുൽ ഹവ എന്ന ദ ഡിസ്പ്രൈസൽ ഓഫ് ഹവ എന്ന പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആത്മീയ മനസ്സുകൊണ്ടും ബുദ്ധി മനസ്സുകൊണ്ടും, ഇൻ്റലക്ച്വൽ മൈൻഡ് കൊണ്ടും സ്പിരിച്വൽ മൈൻഡ് കൊണ്ടുമാണ് എമോഷണൽ മൈൻഡിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതിന് 25ഓളം എക്സാമ്പിൾസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ. അപ്പോൾ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സ്റ്റെപ്പുകളിലൂടെ നമുക്കുണ്ടാകുന്ന ഏത് ദുശ്ശീലങ്ങളെയും നമുക്ക് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമുക്ക് മാറ്റിത്തിരുത്താവുന്നതാണ്. ഏത് ദുശ്ശീലങ്ങളെയും നമുക്ക് മാറ്റിത്തിരുത്താവുന്നതാണ്.
സഹോദരന്മാരെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ മുമ്പിൽ കാണുന്ന നോക്ക് ബ്രെയിൻ്റെ ഫംഗ്ഷനാണ്. ബ്രെയിൻ്റെ രണ്ട് ഏരിയയാണ്. ബ്രെയിൻ്റെ രണ്ട് ഏരിയയാണ്. രണ്ട് ഏരിയ, ലെഫ്റ്റ് ബ്രെയിൻ ഫങ്ഷൻസ് ആൻഡ് റൈറ്റ് ബ്രെയിൻ ഫങ്ഷൻസ്. ബ്രെയിൻ്റെ രണ്ട് ഭാഗത്തിനും രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുന്നോ ആ ഭാഗം കൂടുതൽ ഫങ്ഷൻ ചെയ്യും. അപ്പോൾ ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയിൽ പ്രവർത്തന മേഖലയിൽ നമ്മൾ തിളങ്ങി വരും, മറ്റേ ഭാഗം കുറഞ്ഞു വരും. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ആർട്ട് അവയർനെസ്, കലാപരമായ ബോധം, കലാസങ്കല്പങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യാണ്? റൈറ്റ് സൈഡിൽ വരുന്നതാണ്. ക്രിയേറ്റിവിറ്റി, അതായത് നമ്മളുണ്ടാകുന്ന ക്രിയേറ്റീവ് നിർമ്മാണ ചിന്തകൾ, അല്ലേ, നമ്മൾ പുതിയ ആശയങ്ങൾ, പുതിയ ഐഡിയകൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് വലത് ഭാഗത്തുള്ള ബ്രെയിനാണ്. ഇമാജിനേഷൻസ്, സങ്കല്പം, കാരണം ഇമാജിനേഷനിൽ നിന്നാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക. ക്രിയേറ്റിവിറ്റിയിലൂടെ പലതും ഇമാജിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത ക്രിയേറ്റിവിറ്റി വരിക. അതുപോലെ ഇൻറ്റ്യൂഷൻ നമുക്ക് എന്താ അറിയാം? നമ്മളുടെ മൈൻഡിൽ സ്പാർക്ക് ചെയ്യുന്ന ഐഡിയകൾ, പുറത്തുള്ള നമ്മളുടെ ആത്മീയ കണക്ഷൻസിലൂടെ കിട്ടുന്ന ആശയങ്ങൾ, ഇതൊക്കെ ഇൻറ്റ്യൂഷൻസ് അതിൽ നിന്നാണ്. അതുപോലെ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച. അതുപോലെ ഹോളിസ്റ്റിക് തോട്ട്സ്, ഒരു വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ആ സ്ഥലകാലമായിട്ട് ബന്ധപ്പെട്ടല്ല, അതിനപ്പുറത്തേക്കുള്ള ഹോളിസ്റ്റിക് തോട്ട്സ്. മ്യൂസിക് അവയർനെസ്, പല കേൾവിയിലൂടെ കിട്ടുന്ന പല സംഗതികളും കണക്ട് ചെയ്തുകൊണ്ട് കേട്ട് മനസ്സിലാക്കുന്ന, കണക്ട് ചെയ്ത് അതൊരു മീനിങ് ഫുൾ ആക്കി എടുക്കുന്ന സംഗതിയാണ് ഫോർ എക്സാമ്പിൾ മ്യൂസിക് അവയർനെസ്. അതുപോലെ 3D ഫോംസ്, 3 ഡയമെൻഷണൽ അനാലിസിസ്, 3 ഡയമെൻഷണൽ അനാലിസിസ് ഒക്കെ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിലാണ്. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് കൺട്രോൾ, ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് തലച്ചോറിൻ്റെ വലത് ഭാഗമാണ്. ശരീരത്തിൻ്റെ ഇടത് ഭാഗം മുഴുവൻ നിയന്ത്രിക്കുന്നത് വലത് ഭാഗത്തെ ബ്രെയിനാണ്. നേരെ തിരിച്ചു, ശരീരത്തിൻ്റെ വലത് ഭാഗത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഇടത് ഭാഗത്ത് ബ്രെയിനാണ്. അതുപോലെ അനാലിറ്റിക്കൽ തോട്ട്സ്, അതായത് ലോജിക്കൽ തോട്ട്സ്, നമ്പേഴ്സ് വെച്ചുകൊണ്ടുള്ള ക്വാണ്ടിഫയബിൾ റീസണിങ്. അതുപോലെ ഭാഷ വളരെ കോൺഷ്യസാണ്. റീസണിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് ഭാഷ, അല്ലേ? ഇപ്പോൾ ചില അക്ഷരങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് അറബിയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു ബ എന്ന അടിയിൽ പുള്ളിട്ട ബ, മുകളിൽ പുള്ളിട്ട ന. ജീം എഴുതുന്ന സമയത്ത് അടിയിൽ പുള്ളിട്ട ജീം, മുകളിൽ പുള്ളിട്ടൽ ഹ, പുള്ളി ഒന്നിട്ടില്ലെങ്കിൽ ഹ, അല്ലേ? അപ്പോൾ അയിന് അപ്പോൾ ഒരു പുള്ളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ റീസണിങ്. അതാണ് ഭാഷ, മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, നമ്പേഴ്സ് വെച്ചുകൊണ്ട്, ക്വാണ്ടിഫയബിൾ ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട്. അതുപോലെ റൈറ്റിംഗ് സ്വാഭാവികമായിട്ട് എന്താണ്? റീസണിങ്ങിൻ്റെ ഭാഗമാണ് റൈറ്റിംഗ് എന്നുള്ളത്. കാരണം റീസണിങ്ങിൻ്റെ ഭാഗമാണ് ലാംഗ്വേജിൻ്റെ ഭാഗമാണ് ലാംഗ്വേജിൻ്റെ ഭാഗമാണ് റൈറ്റിംഗ്. അതുപോലെ നമ്പർ സ്കിൽസ്, നമ്പേഴ്സ് കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക, അതുപോലെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. അതുപോലെ ശരീരത്തിൻ്റെ റൈറ്റ് സൈഡ് മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇടത് ഭാഗത്തുള്ള ബ്രെയിനാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തുള്ള ബ്രെയിനും തമ്മിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാക്കും. യെസ്, ഒരു എക്സാമ്പിൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രാക്ടിക്കൽ എക്സാമ്പിൾ മനസ്സിലാക്കിക്കോ സഹോദരന്മാരെ, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു. ഞാൻ സാന്ദർഭികമായിട്ട് സുഹൃത്തിനോട് പറഞ്ഞു, അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള മാഷാ അല്ലാഹ് നല്ലൊരു സുഹൃത്ത്. അദ്ദേഹത്തോട് നമ്മളൊരു പുതിയ ഒരു കാർ എടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കൂടുതൽ ട്രാവൽ ചെയ്യാനുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക് വണ്ടി വാങ്ങിച്ചോളൂ, ഓട്ടോമാറ്റിക് ഗിയറുള്ള വണ്ടി വാങ്ങിച്ചോളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് വേണ്ട. അതെന്തേ? ഓട്ടോമാറ്റിക് അല്ലേ നല്ല, എന്നാൽ പിന്നെ കുറേ ക്ലച്ച് ഔട്ടിൽ ഒഴിവാകും, അത് റൈഡിങ് ഓടിക്കുന്നത് സുഖമായിരിക്കും. ഞാൻ പറഞ്ഞു, ക്ലച്ച് ചവിട്ടുന്നതല്ല വിഷയം, അതിൽ ഒരു കാല് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, മറ്റേ കാല് ഉപയോഗിക്കുന്നത്, വലത് ഭാഗത്തുള്ള കാല് കൂടുതൽ ഉപയോഗിക്കും, ഇടത് ഭാഗത്തുള്ള കാല് കൂടുതൽ ഉപയോഗിക്കില്ല. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് എന്താ പ്രശ്നം? അതിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അതൊരു പാർഷ്യാലിറ്റി ഉണ്ടാക്കും, നമ്മുടെ ശരീരത്തിൽ ഒരു പക്ഷപാതം ഉണ്ടാക്കും, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പക്ഷപാതം ഉണ്ടാക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു കൊടുത്തു, വലത് ഭാഗത്തുള്ള ഫങ്ഷൻ, നമ്മൾ പോകുന്ന റൈഡിങ് കംപ്ലീറ്റ് നമ്മൾ വലത് ഭാഗം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്.
വണ്ടിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത്. വണ്ടി നിയന്ത്രിക്കുന്നത് മീൻസ് വണ്ടിൻ്റെ സ്പീഡ് നിയന്ത്രിക്കലാണ്. അതുകൊണ്ട് വണ്ടിയെ നിയന്ത്രിക്കുക എന്നുള്ളത് സ്പീഡ് നിയന്ത്രിക്കലായതുകൊണ്ട് നമ്മുടെ വലത് ഭാഗം മാത്രം ഉപയോഗിക്കുമ്പോൾ ഇടത് ഭാഗത്തുള്ള ബ്രെയിനാണ് കൂടുതൽ ഫങ്ഷൻ വരിക. അപ്പോൾ ഇടത് ഭാഗത്തെ ബ്രെയിൻ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഇടത് ഭാഗം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന കുറേ അവയവങ്ങളുണ്ട് ശരീരത്തിൽ, കുറേ രീതിയിലുള്ള സ്കില്ലുകളുണ്ട്. മനസ്സിലായില്ലേ? ഇടത് ഭാഗം കൊണ്ട് അനാലിറ്റിക്കൽ സ്കിൽ, ലോജിക്കൽ സ്കിൽ, ലാംഗ്വേജ് സ്കിൽ, റീസണിങ് സ്കിൽ, സയൻസ് സ്കിൽ, റിട്ടേൺ നമ്പേഴ്സ്, ഇതുപോലെ സംഗതികളുടെ നമ്മൾ അതിൽ കൂടുതൽ ഉഷാറായി വരും. അതേസമയത്ത് മറ്റു ഭാഗത്തിൽ കുറവും വരും. അപ്പോൾ ഒരു സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ചെരിഞ്ഞ രീതിയിലുള്ള ഒരു മെൻ്റൽ ഫങ്ഷൻ ആയി വരും നമുക്ക്. ഈ സുഹൃത്ത് പറഞ്ഞു, യെസ് യു ആർ റൈറ്റ്, വളരെ ദീർഘമായിട്ടുള്ളൊരു വിഷനാണല്ലോ നിങ്ങൾക്ക്. ഹി അപ്രീഷിയേറ്റഡ് ആക്ച്വലി, എന്നെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്തു ഈ കാഴ്ചപ്പാടിനെ. യെസ്, മനസ്സിലായി ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇടത് ഭാഗം വലത് ഭാഗം ഉപയോഗിക്കുന്നത് മാക്സിമം നമ്മൾ രണ്ട് സൈഡും, എന്തൊരു സംഗതി രണ്ട് സൈഡും ഉപയോഗിച്ച് വരിക. ഇടത് സൈഡും വലത് ഭാഗം ബ്രെയിൻ്റെ രണ്ട് സൈഡും ഉപയോഗിച്ചുകൊണ്ട് കോർഡിനേഷൻസ്, രണ്ട് സൈഡും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന പ്രക്രിയകൾ കൂട്ടുക. ഇതുപോലുള്ള എക്സർസൈസ് ഒക്കെയാണ് നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് സഹോദരന്മാരെ, സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഇനി നമ്മൾ ഈ സ്പീച്ചിനും ഇതിൻ്റെ ബി പാർട്ടിൽ പറയാൻ പോകുന്ന ഈ ബി പാർട്ടിൽ ഏകദേശം 70ഓളം എക്സർസൈസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ചെയ്ത് ശീലിച്ചു വരാനുണ്ട്. 70ഓളം. അതുകൊണ്ട് ഒരു നോട്ട് ബുക്ക് വാങ്ങിയിട്ട് അതിൽ ഓരോ പേജ് ഓരോ എക്സർസൈസിന് വെച്ചിട്ട് ഓരോ ദിവസവും ചെയ്ത് അന്ന് ആ ഡേറ്റ് അതിൽ എഴുതി വെച്ചാൽ ഒരു 2 ആഴ്ച 1 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെല്ലാം എക്സർസൈസ് ചെയ്തു, ഏത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകും. അത് ചെയ്ത് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഈ 70ഉം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമല്ല ഉണ്ടാവുക. ഈ 70ഉം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി കൂടിയിട്ടുണ്ടാവും, നിങ്ങളുടെ മനഃശക്തി കൂടിയിട്ടുണ്ടാവും, നിങ്ങളുടെ ആത്മവീര്യം കൂടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് കരുത്ത് കൂടിയിട്ടുണ്ടാവും, നിങ്ങളെ എമോഷൻസ്, പേടി, ദുഃഖം, ടെൻഷൻ, വിഷമം, സങ്കടം ഇതെല്ലാം കുറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം വരും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ആത്മാവിൽ നിന്നുണ്ടാകുന്ന 100 പോസിറ്റീവ് എനർജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനെ ശക്തിപ്പെടുത്തിയിട്ട് ആ ശക്തിപ്പെട്ട് വരുന്ന നിങ്ങളുടെ ആത്മീയ ശരീരം കൊണ്ടും ശക്തിപ്പെട്ടിട്ട് വരുന്ന ആത്മീയ ശരീരം കൊണ്ട് നിങ്ങളുടെ ഭൗതിക ശരീരത്തെയും അതിൻ്റെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഒരു പവർ ഉണ്ടാക്കിയെടുക്കാനാണ്. യെസ്, നമ്മുടെ ശരീരത്തിനെയും അതിൻ്റെ പ്രവർത്തനത്തെയും മനസ്സിന് വിധേയമാക്കി കൊടുക്കുന്ന പരിപാടികൾ. ആ മനസ്സിന് വിധേയമാക്കുവാൻ ഏതെങ്കിലും ആത്മീയമായ പ്രക്രിയകൾ കൊണ്ടോ ആത്മീയമായ ചടങ്ങുകൾ കൊണ്ടോ അത് നടക്കില്ല. അത് ഇൻ്റലക്ച്വൽ മൈൻഡിനെ പ്രവർത്തിപ്പിച്ച് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ന്യൂറോൺസുകളെ കൂട്ടി പ്രവർത്തിപ്പിച്ച് ബുദ്ധിപരമായ പ്രവർത്തനം വഴി അതിൻ്റെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ 70ഓളം സെൻസറി എക്സർസൈസസ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ സെൻസറി എക്സർസൈസ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രത്യേകത നോക്കിക്കും. എക്സർസൈസ് ഹാസ് ഷോൺ ഇൻ നമ്മൾ ബ്രെയിനകത്തുണ്ടാകുന്ന, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബ്രെയിൻ ഡെലിവേർഡ് ന്യൂറോട്രോപ്പിക് ഫാക്ടർ BDNF, അതൊരു പ്രോട്ടീനാണ്. ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപ്പിക് ഫാക്ടർ അതൊരു പ്രോട്ടീനാണ്. ദാറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രൊമോട്ടിംഗ് ഗ്രോത്ത്, സർവൈവൽ ആൻഡ് ഫങ്ഷൻ ഓഫ് ദി ന്യൂറോൺസ് ഇൻ ദി ബ്രെയിൻ. ശരീരത്തിൻ്റെ ന്യൂറോൺസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണത്. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ വേരിയസ് പ്രോസസ് ഇൻക്ലൂഡിംഗ് ന്യൂറോണൽ ഡെവലപ്മെൻറ്റ്സ്, സൈനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ കണക്ഷൻസ് ബിറ്റ്വീൻ ന്യൂറോൺസ് തമ്മിൽ കൂടുതൽ കണക്ട് ചെയ്യുന്നതിലും ആ ന്യൂറോൺസിൻ്റെ ഡെവലപ്മെൻറ്റ്സിലും എന്ത് ചെയ്യുന്നു, അത് സ്വാധീനം ചെലുത്തുന്നു. റെഗുലർ എക്സസൈസ് ഹാസ് ഫൗണ്ട് ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് BDNF ഇൻ ദ ബ്രെയിൻ. BDNF തലക്കകത്തുണ്ടാകുന്ന BDNFന്റെ അളവ് റെഗുലർ എക്സസൈസ് വഴി ദിസ് ഇൻക്രീസ് in BDF is believed to be contribute to the beneficial effect of exercise on cognitive functions. അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എക്സർസൈസ് കൊണ്ട് മനസ്സിൻ്റെ പ്രവർത്തനവും മൂഡ് റെഗുലേഷൻസ് ആൻഡ് ഓവറോൾ ബ്രെയിനിൻ്റെ ഓവറോൾ ഹെൽത്ത് അത് സ്വാധീനിക്കും. അതിന് ചില എക്സാമ്പിൾസ് അവിടെ കൊടുക്കുന്നത്. ഒന്ന്, ന്യൂറോജെനിസിസ്. BDNF has been associated in the generation of new neurons in a process called neurogenesis.
ഇത് കൂടുതൽ ഉപയോഗിക്കും തോറും കൂടുതൽ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്ത് വരും. ന്യൂറോജെനസിസ് എന്ന് പറയും. കൂടുതൽ ന്യൂറോൺസ് നമ്മൾ ഉപയോഗിച്ച് കൂടുതൽ ന്യൂറോൺസ് ഉൽപ്പാദിപ്പിക്കും. എക്സർസൈസ് ഹാസ് ബീൻ ഷോൺ ടു എൻഹാൻസ് ന്യൂറോജെനസിസ് ഇൻ സർട്ടൻ റീജിയൻസ് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിൻ്റെ ചില ഏരിയകൾ ഇത് കൂടുതലായിട്ട് വരുന്നത്, പർട്ടിക്കുലർലി ഇൻ ദ ഹൈപ്പോകാമ്പസ്. ബ്രെയിനിൻ്റെ ചില പ്രത്യേക ഏരിയകളിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. രണ്ടാമത് സൈനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി. കൂടുതൽ എന്ത് ചെയ്ത് ഇത് കൂടുതൽ ന്യൂറോൺസുകൾ തമ്മിൽ കണക്ട് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് അതിൻ്റെ ഫങ്ഷൻസ്, കേബിൾ കണക്ഷൻ വർക്ക് ചെയ്ത് കൂടുതൽ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മൂന്നാമത്തത് മൂഡ് റെഗുലേഷൻസ്. BDNF എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ കാര്യമായിട്ടുള്ള ഒരു മൂഡ് റെഗുലേഷൻസ്, ഭയങ്കര ഡിപ്രസീവ് ആൻഡ് എന്താ പറയുക ഒരു ഡിപ്രസീവ് മൂഡിൽ ഹോർമോൺ ചേഞ്ചസ് എല്ലാം വളരെ വികലമാകുന്ന സമയത്ത് നമ്മുടെ മൂഡൊക്കെ ആകെ കൊളാവും, മൂഡൊക്കെ ആകെ തകർന്നു പോകും. അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ BDNF ഉപയോഗപ്പെടുന്നു. അതുപോലെ ബ്രെയിൻ്റെ ഫങ്ഷൻസ്, കൊഗ്നേറ്റീവ് ഫങ്ഷൻസ് ഡെവലപ്പ് ചെയ്യാനും അത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഏകദേശം 10-20ഓളം എക്സർസൈസ്, ജസ്റ്റ് ചില എക്സർസൈസ് മാത്രം ഞാൻ ഇവിടെ കാണിക്കാം. പിന്നെ നമുക്ക് 70ഓളം വിശദമായ എക്സർസൈസുകൾ നിങ്ങളൊരു നോട്ട് ബുക്ക് വാങ്ങി അതിൽ ഓരോ പേജിനും ഓരോ എക്സർസൈസും ഓരോ പേജിൽ എഴുതിയിട്ട് ഏതെല്ലാം ദിവസം ചെയ്തു ആ ചെയ്ത ദിവസത്തിൽ ഡേറ്റ് അവിടെ എഴുതി വെച്ചാൽ മതി. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചില എക്സർസൈസ് കൂടുതൽ ചെയ്തിട്ടുണ്ടാവും, ചിലത് തീരെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഏറെക്കുറെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എക്സർസൈസും എല്ലാ എക്സർസൈസും ദിവസം ചെയ്യാൻ കഴിയില്ല, കാരണം സമയം കിട്ടൂല. അപ്പോൾ പക്ഷെ എല്ലാം ഒന്നും വിടാതെ എല്ലാം ചെയ്തു എന്ന് 1 മാസം 2 മാസം 3 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുവരുത്തിയാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇന്റേണൽ ശക്തി, ഉള്ളിലുണ്ടാകുന്ന ആത്മബലം, നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലം, നിങ്ങളുടെ ബുദ്ധിയുടെ ബലം, നിങ്ങളുടെ ബുദ്ധിശക്തിയും കൂടിയിട്ടുണ്ടാവും. അങ്ങനെ ആ ശക്തി കൂടിയ ബുദ്ധി കൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ശരീരത്തെയും അതിൻ്റെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കാൻ തുടങ്ങുക. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇതാണ് ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഒരു 10-20ഓളം എക്സർസൈസ്. നമുക്ക് അടുത്ത ക്ലിപ്പായിട്ട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.